ശരൺ വേണുഗോപാൽ എന്ന് പറയുന്ന പുതിയ സംവിധായകന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് നാരായണിയുടെ മൂന്നാൺമക്കൾ. പേര് പറയുന്ന പോലെ തന്നെ നാരായണി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെയും അവരുടെ മൂന്ന് മക്കളുടെയും കഥ പറയുന്ന വളരെ ജീവിതഗന്ധിയായ കഥ പറയുന്ന ഒരു സിനിമയാണ് നമ്മുടെ ഈ സിനിമ. ഈ സിനിമയെക്കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ എനിക്ക് ഈ സിനിമ കുറേ പഴയ സിനിമകളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. എസ്പെഷ്യലി നമ്മുടെ ലോഹിതദാസ് സംവിധാനം ചെയ്ത അരയന്നങ്ങളുടെ വീട്, മമ്മൂട്ടിയുടെ അരയന്നങ്ങളുടെ വീട്, അതുപോലെ തന്നെ കുറേ പഴയ തിങ്കളാഴ്ച നല്ല നിശ്ചയം എന്ന് പറയുന്ന പത്മരാജൻ്റെ സിനിമ, അതിലൊക്കെ ഈ നമ്മുടെ പഴയ വീട്ടിലേക്ക് കുറേ റിലേറ്റീവ്സ് വരികയും രാപ്പകലിൽ അത്രയും എക്സ്ട്രീം മോഷൻ അല്ല, എന്നാലും അങ്ങനെ കുറേ സംഭവങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് നമ്മുടെ നാരായണിയുടെ മൂന്നാൺമക്കൾ. ഈ സിനിമയിലെ മെയിൻ കഥാപാത്രങ്ങൾ ചെയ്യുന്നത് ജോയി ജോർജും അലൻസിയറും അതുപോലെ തന്നെ നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂടുമാണ്. മൂന്ന് പേരും ബ്രദേഴ്സാണ്. സേതു, ഭാസ്കർ, അതുപോലെ തന്നെ വിശ്വൻ എന്ന് പറയുന്ന മൂന്ന് ബ്രദേഴ്സാണ് അവർ. ഇവരുടെ വീട്ടിൽ ഇവരുടെ അമ്മ എന്താ പറയുക കോമ സ്റ്റേജ് പോലത്തെ ഒരു സിറ്റുവേഷനിൽ കിടക്കുകയും ആ സമയത്ത് ഇവർ വീട്ടിലേക്ക് വരികയും ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട്, പക്ഷെ അത് എങ്ങനെ ചെയ്യണമെന്നും എന്ത് ചെയ്യണമെന്നും അറിയാതിരിക്കുകയും അങ്ങനെ വരുന്ന കുറേ സംഭവങ്ങളൊക്കെയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കഥയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരു കുടുംബത്തിൽ നടന്നിക്കുന്ന കഥകൾ അല്ലെങ്കിൽ നടന്നേക്കാവുന്ന കഥകൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും തോന്നില്ല ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നടക്കുമായിരിക്കില്ല എന്ന്. കാരണം അത്രയും കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ റിലേറ്റബിൾ ആണ്. നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന അടി അല്ലെങ്കിൽ എന്താ പറയുക സ്വത്തിൻ്റെ പേരിലൊക്കെ ഉണ്ടാകുന്ന ചെറിയൊരു റിഫ്റ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നന്നായിട്ട് എന്താ പറയുക എഴുതാനായിട്ട് നമ്മുടെ സംവിധായകൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത്, പുള്ളിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു മെയിൻ സംഭവം എന്ന് പറയുന്നത് കസിൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് നന്നായിട്ട് പറയുന്നൊരു പരിപാടിയും കൂടി ഇതിലുണ്ട്. നമ്മൾ ബാംഗ്ലൂർ ഡേയ്സ് പോലെ സിനിമകളിലൊക്കെ വളരെ വൈബ്രൻ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വേറൊരു വശം ആണ് ഇതിൽ കാണിക്കുന്നത്. അതൊരു നല്ല എന്താ പറയുക, അങ്ങനെയൊന്നും ഭയങ്കര ബ്രേവായിട്ടൊന്നും ആൾക്കാർ അങ്ങനെ കാണിക്കാറില്ല സിനിമകളിൽ, പ്രത്യേകിച്ചിട്ട് കഥകളിലൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും സിനിമകളിൽ അങ്ങനെ ഉള്ള പുതിയ പ്രവണതകളൊക്കെ വരുന്നത് വളരെയധികം നല്ലതായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് ഞാൻ പറഞ്ഞത് കഥ തന്നെയാണ്. ഈ വീട്ടിലേക്ക് വരികയും അവിടെ നിന്ന് നടക്കുന്ന കുറേ സംഭവങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ പരിപാടി. വീടിൻ്റെ ഉള്ളിലുള്ള പരിപാടി തന്നെ ഒരു ഇമോഷണൽ ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം. അത് കുറച്ചൊരു എന്താ പറയുക തമാശയും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, കുറച്ച് പച്ചയായ ജീവിതം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലത്തെ പരിപാടിയാണ് നമ്മുടെ ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്റർ രണ്ടും ഒരാളായതുകൊണ്ട് അയാൾ പിടിച്ചിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ പെർഫോമൻസുകളാണ്. സിനിമയുടെ പെർഫോമൻസുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജോജി ജോർജ്, സേതു എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്നു, അതുപോലെ തന്നെ സുരാജ്, ഭാസ്കർ എന്ന് പറയുന്ന കഥാപാത്രം, വിശ്വൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്ന അലൻസിയറാണ്. ഒരു മൂന്ന് പേരും കട്ടയ്ക്ക് നിന്നിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നത്. ചില സീനുകളിലൊക്കെ വളരെ എന്താ പറയുക നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനയമുഹൂർത്തങ്ങൾ വളരെയധികം സ്ക്രീനിലേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ചില സീനുകൾ കാണുമ്പോൾ നമുക്ക് തന്നെ എനിക്ക് പേഴ്സണലി കേട്ടോ, നമുക്കെന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി വല്ലാതെ അങ്ങോട്ട് എന്താ പറയുക നമ്മളെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ. പിന്നെ ഈ സിനിമയുടെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ടെക്നിക്കൽ പരിപാടി വരുമ്പോൾ സിനിമാറ്റോഗ്രഫി അപ്പു പ്രഭാകറാണ്. പുള്ളി നേരത്തെ നമ്മുടെ രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്താ തിളങ്ങി നിൽക്കുകയും ഇപ്പോൾ ഈ സിനിമ വരുമ്പോൾ ഇതിൻ്റെ നല്ല രസമുള്ളൊരു ആംബിയൻസ് ഉണ്ട്. നമ്മുടെ കളിയാട്ടം, കൊയിലാണ്ടി ഭാഗത്ത് നടക്കുന്ന കഥയാണ്. കണ്ണൂർ, കോഴിക്കോട് ഏരിയ ഒക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു സിനിമയാണ്. കൊയിലാണ്ടിയാണ് മെയിനായിട്ട് കാണിക്കുന്നത്. മെയിനായിട്ടുള്ള അവരൊരു വില്ലേജ് എന്ന് പറഞ്ഞാൽ കൊയിലാണ്ടിയാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളും അങ്ങനത്തെ പരിപാടികളൊക്കെ നന്നായിട്ട് എന്താ പറയുക നല്ല രസമായിട്ട് ആ ഗ്രാമത്തിൻ്റെ ഭംഗി ഒപ്പിയെടുക്കാൻ അപ്പു പ്രഭാകറിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പല ഫ്രെയിമുകളും, കുറേ നൈറ്റ് സീൻസ്, പിന്നെ കടവിൽ നിന്ന് പോയിട്ടുണ്ട് ഉള്ളൊരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ രസമായിട്ട് വരുന്നുണ്ട് സിനിമയിൽ. പിന്നെ അതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് അല്ല പറയുന്നത്, മ്യൂസിക് വേറെ. രാഹുൽ രാജിൻ്റെ മ്യൂസിക്കും വളരെ നന്നായിട്ട് തന്നെ സിനിമയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് വർക്കായ ഒരു സിനിമയാണ് ഇത്. അതുകൊണ്ട് ഞാൻ ഇത്രയും ഒരു ഇതിൽ പറയുന്നത്. പക്ഷെ ഇതെൻ്റെ മാത്രം ഇതാണ്, കാണുന്ന എല്ലാവർക്കും ഇത് അഭിപ്രായം ഉണ്ടാവണമെന്നില്ല. അപ്പം ഇതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് തോന്നിയത്. എന്തായാലും എല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. സിനിമ 13+ ആണ്, UA 13+. അപ്പോൾ അങ്ങനത്തെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ എന്തായാലും മനസ്സിലാവുകയും ഒക്കെ ചെയ്യുന്നൊരു സിനിമ തന്നെയായിരിക്കും നമ്മുടെ നാരായണിയുടെ മൂന്നാൺമക്കൾ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ചിത്രം.